അപ്പോൾ SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലർക്ക് റിക്രൂട്ട്മെന്റിനെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അതായത് ജൂനിയർ അസോസിയേറ്റിന്റെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 13,735 വേക്കൻസി, അതിൽ 426 വേക്കൻസി കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഞാൻ NA തോമസ്. നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ റിജിൻ തോമസ് എന്ന ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ, അതായത് വേക്കൻസി, ഇന്ത്യയിൽ ഉണ്ടാകുന്ന വേക്കൻസികൾ, ഗവൺമെന്റ് വേക്കൻസികൾ, പ്രൈവറ്റ് വേക്കൻസികൾ, അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ പുതിയൊരു വേക്കൻസി ആയിട്ട് വന്നിട്ട് ഇന്നത്തെ ആണ് SBI ക്ലർക്ക് റിക്രൂട്ട്മെന്റ്. 13,735 വേക്കൻസി പോസ്റ്റാണ് ആൾ ഓവർ ഇന്ത്യയിലുള്ളത്. അപ്പം ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അത് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാര്യം നമ്മുടെ കേരളത്തിൽ ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യയുടെ ആരും വീഡിയോ ചെയ്ത് കണ്ടില്ല. അതുകൊണ്ട് നിങ്ങളെ അതുകൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് തൊട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കണമെന്നുള്ളത്. നല്ല വേക്കൻസിയാ, 33,000 ചില്ലുവാനും വേക്കൻസി ഉണ്ട്. അപ്പൊ ഞാൻ ഈ അടുത്തതായിട്ട് ആ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ നിങ്ങളോട് ഞാനൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടി ഞാൻ ആ ഫുഡ് കോർപ്പറേഷന്റെ ഇടുന്നത് അത് തന്നൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല വേക്കൻസികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ എൻ്റെ ഈ ചാനൽ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശരി, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്ലൈ ഓൺലൈൻ ഫോർ 13,735 പോസ്റ്റ്. 13,735 പോസ്റ്റ് ഉണ്ട് ഇവിടെ. ഒരു നല്ല വൾക്ക് കൊണ്ടിട്ട് നമ്മുടെ കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ 400 ചില്ലുവാനും വേക്കൻസി ഞാൻ പറയാതെ എത്രയാണെന്ന്. അപ്പോഴത്തേക്ക് കേരളത്തിൽ മാത്രമായിട്ട് ഈ 13,735 കേരളത്തിന് മാത്രമായിട്ട് 400 ചില്ലുവാനും ഉണ്ട്. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ അസോസിയേറ്റഡ് ആണ് ഇതിന്റെ പേര്. പക്ഷെ ക്ലർക്കിന്റെ വേക്കൻസിയാണ്. അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതി എന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പിന്നെ അതിനുവേണ്ടി ഞാൻ BSc ആണല്ലോ ക്ലർക്കിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുമോ, BCom ആണല്ലോ അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കരുത്. അതായത് ഇവിടെ SBI ക്ലർക്ക് റിക്രൂട്ട്മെന്റ് 2024-25 അപ്ലൈ ഓൺലൈൻ ഫോർ 13,735 പോസ്റ്റ്. യു വിൽ ഫൈൻഡ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ. നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷനും ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് എങ്ങനെയാണെന്ന്, എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന്, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന്, ആപ്ലിക്കേഷൻ ഫീസ് എന്താണെന്ന്, ഏജ് ലിമിറ്റ് എന്താണെന്ന്, അഡ്മിറ്റ് കാർഡ് എങ്ങനെ കിട്ടുമെന്നുള്ളത്, അഡ്മിറ്റ് കാർഡ് റിസൾട്ട് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്, സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കും, എക്സാം പാറ്റേൺ എന്തായിരിക്കും, കട്ട് ഓഫ് എലിജിബിലിറ്റി എന്താ, കട്ട് ഓഫ് ഡേറ്റ് എന്തായിരിക്കും, എലിജിബിലിറ്റി എന്തായിരിക്കും, നമ്പർ ഓഫ് വേക്കൻസി ഉണ്ടോ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരുന്നത്, ഇതിന്റെ പേ സ്കെയിൽ എന്താണ്. അപ്പം അതിൽ പ്രത്യേകിച്ച് ഇതിന്റെ പരീക്ഷ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ കിട്ടുവാനും വളരെ സാധ്യതയുള്ള ഒരു, ഇതിന് അപേക്ഷിക്കാതിരിക്കുന്ന അതായത് ഇത് അപേക്ഷിക്കുവാൻ വേണ്ടി ഗ്രാജുവേറ്റ് എനി ഡിസിപ്ലിനാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഗ്രാജുവേറ്റ് ആയിട്ടുള്ള BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതി ഇതിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്ലർക്കിന്റെ പോസ്റ്റില എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ, അതായത് ഇതിന്റെ മെയിൻ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, പോസ്റ്റ് നെയിമാണ് ജൂനിയർ അസോസിയേറ്റ്. ഇത് ക്ലർക്ക് എന്ന പേരിലാണ്, ക്ലർക്കാണ്. അതിന് അവരുടെ ഒരു പേര് ജൂനിയർ അസോസിയേറ്റ്. ടോട്ടൽ പോസ്റ്റ് 13,735 ഉണ്ട്. അപ്ലൈ മോഡ് ഓൺലൈൻ ആണ്. ആൾ ഇന്ത്യയുടെ എല്ലാ ഫെയിലും ഫീമെയിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇത്രയായി. ഇനി നമുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ, ഈ ജൂനിയർ അസോസിയേറ്റ് ആണ് ക്ലർക്ക് എന്നുള്ള ഈ കാര്യം അറിയുന്നതിന് മുന്നേ, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മളെ അറിയിക്കുന്ന, നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരിക്കണം. അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ കണ്ടോ, കേരളത്തില് 426 പോസ്റ്റ് ഉണ്ട് കേരളത്തിൽ. അതിന്റെ പരീക്ഷ നടക്കുന്നത് തിരുവനന്തപുരത്ത്. നിങ്ങൾക്ക് എങ്ങും പോകണ്ട. അപ്പം 2 തരത്തിലുള്ള പരീക്ഷയുണ്ട്. അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞോട്ടെ. 426 പോസ്റ്റ് കേരളത്തിന് മാത്രമായിട്ടുണ്ട്. ഇനി ഇവിടെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാൻഡിഡേറ്റ് ഹാസ് ടു ഓപ്ഷൻ ഫോർ 1 ലാംഗ്വേജ് അറ്റ് ദ ടൈം ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്. അതായത് നിങ്ങൾക്ക് ഈ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം
ഹിന്ദി ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഓപ്ഷനിൽ നിങ്ങളുടെ ഏത് ലോക്കൽ ലാംഗ്വേജാ ആ ലാംഗ്വേജ് നിങ്ങൾക്ക് എക്സാം എഴുതുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് നീഡ് ടു ബ്രിങ് 2 അഡീഷണൽ ഫോട്ടോഗ്രാഫ്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് 2 അതായത് ഈ ഒരു കുറഞ്ഞത് 8 ഫോട്ടോഗ്രാഫ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കണം. അതിൽ 2 ഫോട്ടോഗ്രാഫി ഒരു എക്സ്ട്രാ കൊണ്ടുവരാനാണ് പറയുന്നത്. കാൻഡിഡേറ്റ് നീഡ് ടു ബ്രിങ് 2 അഡീഷണൽ ഫോട്ടോഗ്രാഫ് സെയിം ആസ് പേസ്റ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് ഓൺ കാൾ ലെറ്റർ. അതായത് നിങ്ങൾ കാൾ ലെറ്ററിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ അതേ ഫോട്ടോ ഒട്ടിക്കണം. ആ ഫോട്ടോയും നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോട്ടോയും ഒരുപോലുള്ളതായിരിക്കണം എന്ന് പറയും. എലോങ് വിത്ത് ദ കാൾ ലെറ്റർ ആൻഡ് അതർ റിക്വസ്റ്റ് ഡോക്യുമെന്റ്സ് ആസ് പെർ ഇൻഫോർമേഷൻ. Candidate need to bring 2 additional photographs same as pasted by the candidate on call letter. Call letterൽ നിങ്ങൾ ഇത് കാലിംഗ് ലെറ്റർ വന്നു കഴിയുമ്പോൾ അതിൽ ഒട്ടിക്കുന്ന ഫോട്ടോകൾക്ക് തന്നെ 2 എക്സ്ട്രാ ഫോട്ടോയുടെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. എലോങ് വിത്ത് ദ കാൾ ലെറ്റർ ആൻഡ് അതർ റിക്വസ്റ്റ് ഡോക്യുമെന്റ്സ് ആർ ഫോർ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ബുക്കിലെറ്റ്. ഈ ബുക്കിൽ നോട്ടിഫിക്കേഷൻ പറയുന്നതാണ് ചെയ്യുന്നത്. ഞാൻ നോട്ടിഫിക്കേഷന്റെ ഇത് ലിങ്ക് നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പം അത് നോക്കി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ എന്താ നോട്ടിഫിക്കേഷനിൽ പറയും. ആ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാവും. ഇനി വേറൊരു കാര്യം, കാൻഡിഡേറ്റ് റിപ്പോർട്ടിംഗ് വിത്തൗട്ട് ഫോട്ടോഗ്രാഫ് പേസ്റ്റ് ഓൺ ദ കാൾ ലെറ്റർ ഓർ വിത്തൗട്ട് 2 അഡീഷണൽ ഫോട്ടോഗ്രാഫ്. അതായത് നിങ്ങൾ ഇത് കാളിംഗ് ലെറ്ററിൽ ഫോട്ടോ ഒട്ടിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോ കാളിംഗ് ലെറ്റർ ഒട്ടിച്ചാലും 2 ഫോട്ടോ നിങ്ങൾ എക്സ്ട്രാ കൊണ്ടുപോയില്ല, നിങ്ങളെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല എന്നാ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 8 copies ഓഫ് ദ സെയിം ഫോട്ടോഗ്രാഫ് വിച്ച് ഈസ് അപ്ലോഡഡ് അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ആർ ദിസ് വുഡ് ബി നീഡഡ് ഫോർ ഫർദർ സ്റ്റേജ് ഓഫ് ദിസ് സെലക്ഷൻ പ്രോസസ്. നിങ്ങൾ ഒരു 8 കോപ്പിയെങ്കിലും, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അത്രയും ഒരു 8 ഫോട്ടോയെങ്കിലും നിങ്ങൾ കയ്യിൽ കരുതണം, എങ്കിലേ അത് ആവശ്യത്തിൽ വരും എന്നാണ് അവർ പറയുന്നത്. അതേസമയം നമ്മൾ ആപ്ലിക്കേഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ ആ ഒരു ഫോട്ടോയുടെ തന്നെ 8 കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ സെലക്ഷൻ ആയ നിങ്ങൾക്ക് 6 മാസത്തേക്ക് ഇതിനകത്ത് പ്രൊവിഷൻ പീരീഡ് ആയിരിക്കും. സെലക്ടഡ് കാൻഡിഡേറ്റ് വിൽ ബി governed by the terms and conditions of the service regulation of the bank for points at the time of joining. The newly appointed junior associated will be on provision for a minimum period of 6 months. 6 മാസത്തേക്ക് നിങ്ങൾക്ക് പ്രൊവിഷൻ ആയിരിക്കും നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്താൽ. ഇനി അടുത്ത തന്നെ പറയുന്നതെന്ന് ചോദിക്കാം, ഇനി നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യും? ഇത് ഇവിടെ ശ്രദ്ധിച്ചോണം. ഞാൻ ഇതിന്റെ ഈ ലിങ്ക് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഓൺലൈൻ അല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ലിങ്ക് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇവിടെ പറയുന്നത് നിങ്ങൾ ഗൈഡ് ലൈൻ ഫോർ ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് ഫില്ല് ചെയ്യുകയും ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ് ഷുഡ് ഫസ്റ്റ് സ്കാൻ ദയർ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ആൻഡ് SBI apprenticeship certificate if applicable are detailed under guidelines for scanning the photograph and signature. ഇതെല്ലാം നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്യണം, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്യണം. അപ്രന്റീസ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും SBIയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കാൻ ചെയ്യണം. ഇനി ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. The test for the hand written declaration is as follows. അതായത് നിങ്ങളുടെ ഹാൻഡ് റിട്ടേണിലുള്ള ഒരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് കൊടുക്കണം. അതിന്റെ ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത്, ഇങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്. അവരുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനിൽ ഇത് കിട്ടും. I- നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് നെയിം എഴുതി, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി, ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ആൾ ദ ഇൻഫോർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, true and valid. I will present the supporting document as and when required. The signature, photograph and left thumb impression is of mine. ഇത് ഇങ്ങനെ ഒരു ഡിക്ലറേഷനൂടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടി വരും, അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ പറയുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ വേണമെന്ന്. നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഇല്ലാത്തവർക്ക് റൈറ്റ് ഹാൻഡിൽ തമ്പ് ഇംപ്രഷൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. എക്സാം ഉണ്ടോന്ന്, പ്രിലിമിനറി എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം ഉണ്ട്. ഇത് 2 കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പിന്നെ അറിയാൻ വേണ്ടി നിങ്ങൾ ആരെയും വിളിച്ചോ പറഞ്ഞോ ചോദിക്കേണ്ട. ഈ 2 വെബ്സൈറ്റ് ഉണ്ട്, ഇതിനകത്ത് നിങ്ങൾ ചെന്ന് ലോഗിൻ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള കാര്യങ്ങൾ കിട്ടും. ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക്
യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാൻ. നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 47,920 രൂപയോളം നിങ്ങൾക്ക് സാലറി കിട്ടും. 47,000 ഇത് ഗവൺമെന്റ് ആയിട്ട് കൂടാനും സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വരാനും ഒരു അപ്രോക്സിമേറ്റ് ആയി എഴുതിയിരിക്കുന്നത്. ഏജ് ലിമിറ്റ് ആസോൺ 1/4/24. ഫസ്റ്റ് ഏപ്രിൽ 24 മിനിമം ഏജ് 20 വയസ്സായിരിക്കണം, മാക്സിമം ഏജ് 28 വയസ്സായിരിക്കണം. ഏജ് റിലാക്സേഷൻ റൂൾ അനുസരിച്ച് SC ST അങ്ങനെ OBC അങ്ങനെയുള്ളവർക്കുണ്ട്. അത് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ നോക്കണം. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ആൻഡ് OBCക്ക് വേണ്ടിയിട്ട് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST PWDക്ക് ഒരു പൈസയുമില്ല. പേയ്മെന്റ് മോഡ് ഓൺലൈനിൽ ചെയ്യണം. അത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അതിന്റെ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പോയത് കൺഫേം ചെയ്തോണം. ഇനി ഇവിടെ എക്സാം പാറ്റേൺ ആ പറയുന്നത്. എക്സാം എന്തായിരിക്കും അതിന്റെ ഒരെണ്ണമായിരുന്നു ഈ കാണുന്നത്. ഇത് നിങ്ങൾ നല്ല കണക്ക് നോക്കണം. Phase 1 preliminary exam. Online preliminary exam consisting of objective test for 100 mark will be conducted online. This test would be 1 hour duration, consists of 3 sections are followed. മോദം 1 മണിക്കൂറത്തേക്കുള്ള ഒരു ടെസ്റ്റാണ് ഇതിനകത്ത് കൊണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരിക്കും. അത് 30 ക്വസ്റ്റ്യൻ 30 ആയിരിക്കും. ന്യൂമറിക്കൽ ആക്ടിവിറ്റി 35 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാക്സിമം മാർക്ക് 30, 35, 100. ഇതിന് ഇംഗ്ലീഷ് ലാംഗ്വേജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 20 മിനിറ്റ് കിട്ടും. ഇംഗ്ലീഷിലേ എഴുതാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി ന്യൂമറിക്കൽ എബിലിറ്റിയുടെ 20 മിനിറ്റ്, റീസണിങ് എബിലിറ്റി 20 മിനിറ്റ്, അങ്ങനെ 1 മണിക്കൂറാണ് ഇതിന്റെ. ബാക്കി നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കി. ഞാനിവിടെ നിങ്ങളുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടി പറയുന്നുള്ളൂ. Phase 2 മെയിൻ എക്സാമിനേഷൻ. ഇത് രണ്ടാമത്തെ പാസ്സായാലേ നമുക്ക് കാലിക്കുലേറ്റർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അപ്ലൈ ഈ രണ്ടാമത്തെ എക്സാം. സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ മെയിൻ എക്സാം വുഡ് ബി ആസ് ഫോളോസ്. അതായത് ഒന്നാമത്തെ ജനറൽ അവയർനെസ്. ഇതിനകത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 50 ആണ്. മാക്സിമം മാർക്ക് 50, 35 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ ജനറൽ ഇംഗ്ലീഷ്. അത് ഇംഗ്ലീഷിലായിരിക്കും. 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 മാർക്ക് ഉണ്ട്, 35 മിനിറ്റ് അതിനും കിട്ടും. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇതിന് 50 മാർക്ക്, 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, 45 മിനിറ്റ്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. ഇതിനകത്ത് 50 ക്വസ്റ്റ്യൻ 60 മിനിറ്റ്, 50 ക്വസ്റ്റ്യൻ 60 മാർക്ക്, 45 മിനിറ്റ്. അപ്പം ടോട്ടൽ 190 ക്വസ്റ്റ്യൻ ഉണ്ട്. 200 മാർക്ക് കിട്ടും. 2 മണിക്കൂർ 40 മിനിറ്റ് നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഒന്ന് ആ നോട്ടിഫിക്കേഷനിൽ ഉണ്ട്. ഇതൊന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിക്കോണം. ഇനി ചോദിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ ആയിരിക്കണം? കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് ഗ്രാജുവേറ്റിംഗ് എനി ഡിസിപ്ലിൻ. നിങ്ങൾ ഏതെങ്കിലും ആയിക്കോട്ടെ, MA ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ഏതെങ്കിലും ഡിസിപ്ലിൻ, ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്കൊരു നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ആയിക്കോട്ടെ. ഈ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം? പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഡിക്ലറേഷൻ, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ, നിങ്ങളുടെ സിഗ്നേച്ചർ. അതുകൂടാതെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ കൊടുക്കണം. പിന്നെ ആ ഡിക്ലറേഷൻ. ഈ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഇതുകൂടെ നിങ്ങൾ ഓർത്തോണം. ഇനി സെലക്ഷൻ, റിട്ടേൺ എക്സാമിന്റെ അതിന്റെ ഒരു മാനദണ്ഡത്തിലായിരിക്കും നിങ്ങളുടെ ഒരു സെലക്ഷൻ ഉണ്ടാകുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ 17 ഡിസംബർ തൊട്ട് ഇത് സ്റ്റാർട്ടിംഗ് ആയി 7 ജനുവരി വരെയുണ്ട്. നിങ്ങൾ നല്ല കണക്ക് അടിപിടി, അതായത് നമ്മൾ പെട്ടെന്ന് ചെയ്യാതെ പതിയെ ആലോചിച്ച് നോട്ടിഫിക്കേഷനൊക്കെ നല്ലപോലെ വായിച്ച് നിങ്ങൾ ചെയ്യുക. ടോട്ടൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടുണ്ട് 426 വേക്കൻസി കേരളത്തിന് വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കിയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. മലയാളത്തിൽ, ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഏതാ കൺവീനിയന്റ് ആ ഒരു കാര്യത്തിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ഞാൻ പറഞ്ഞ് 426 വേക്കൻസി നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ തിരുവനന്തപുരം തന്നെ നമ്മുടെ സെന്റർ കിട്ടും. ഇതിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു അനുകൂല സാഹചര്യം, ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക്
റിട്ടേൺ എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഇതിൽ കൂടുതൽ സൗകര്യം ആർക്ക് എങ്ങനെ കിട്ടാനാണ്? ഇന്ത്യ സെൻട്രൽ SBIയിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ശരി, എന്നാൽ ഓക്കെ, ഗുഡ് ലക്ക് ആൾ ഓഫ് യു.